രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ നിലവിൽ വന്നു. വേതനം, വ്യവസായം, സാമൂഹ്യ സുരക്ഷ, തൊഴിലിട സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട 4 കോഡുകളാണ് ഇന്നു മുതൽ നിലവിൽ വന്നത്. 2020 സെപ്റ്റംബർ 28-ന് പാർലമെന്റ് പാസാക്കിയ ചട്ടങ്ങളാണ് 5 വർഷത്തിന് ശേഷം നടപ്പിലായത്. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളെന്ന് നോക്കാം. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ കാതലായ പരിഷ്കാരം ലക്ഷ്യമിട്ടാണ് പുതിയ തൊഴിൽ കോഡുകൾ നിലവിൽ വന്നത്. എന്തൊക്കെയാണ് ഇന്നു മുതലുള്ള മാറ്റങ്ങളെന്ന് പരിശോധിക്കാം. പുതിയ വേതന കോഡ് പ്രകാരം അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ നിയമപ്രകാരമുള്ള കുറഞ്ഞ കൂലി ഉറപ്പാക്കും. 5 വർഷത്തിലൊരിക്കൽ വേതന പരിഷ്കരണം നിർബന്ധം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ശമ്പളം നൽകണം. എല്ലാ തൊഴിലാളികൾക്കും നിർബന്ധിത നിയമന ഉത്തരവും നൽകിയിരിക്കണം. സ്ത്രീകൾക്ക് ഏതു മേഖലയിലും രാത്രി ഷിഫ്റ്റിൽ തൊഴിലെടുക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ നിയമപ്രകാരം എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. PF, ESI, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ എല്ലാവർക്കും ഉറപ്പാക്കും. ഗിഗ് പ്ലാറ്റ്ഫോം ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷയുണ്ടാകും. ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂറായിരിക്കും. ഫാക്ടറികളിൽ ഉൾപ്പെടെ ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധന നിർബന്ധം. അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് യാത്രയ്ക്കും മാറി താമസിക്കുന്നതിനും അലവൻസ് ലഭിക്കും. രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കാനായി രാജ്യമൊട്ടാകെ ഇനി ഒരു രജിസ്ട്രേഷൻ മതി. മറ്റൊരു പ്രധാന മാറ്റം ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലാണ്. ആകെ ജീവനക്കാരുടെ 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയൻ പ്രവർത്തനം അനുവദിക്കൂ. തൊഴിലാളികളല്ലാത്തവർക്ക് ഭാരവാഹികളാകാനാകില്ല. 14 ദിവസത്തെ നോട്ടീസ് ഇല്ലാതെ തൊഴിലാളി സംഘടനകൾക്ക് സമരം നടത്താനും അനുവാദമില്ല.